എന്റെ പേര് വിഷ്ണു എന്നാണ്. ഓക്കെ. നിഖിൽ ലൈവിലുണ്ട്. നിഖിലിനോട് സംസാരിക്കാം. ഹലോ. ഹായ് ഓക്കെ. വിഷ്ണു. ഹായ് സാർ. ആക്ച്വലി ഞാൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് സാറിന് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. താങ്ക് യു. വളരെ സന്തോഷം ആ, വിളിച്ചതിൽ. സാർ നിലവില് എനിക്ക് ഇപ്പൊ ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്, പിന്നെ ഒരു കാർ ലോണും ഉണ്ട്. ഓക്കെ. 2 കാർ ലോൺ ഉണ്ടായിരുന്നു. അതിൽ ഒരു കാർ ലോണ് ഇപ്പൊ അടുത്ത് ക്ലോസ് ചെയ്തു. സേവിങ്സ് ആയിട്ട് പറയാനായിട്ട് മ്യൂച്വൽ ഫണ്ട് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഒരു 10,000 വെച്ച് 1 ഇയർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു മോളുണ്ട്. അപ്പൊ മോളുടെ പേരില് സുകന്യ സമൃദ്ധി ഒരു 5,000 വെച്ച് എല്ലാ മാസവും പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കൂടാതെ ഒരു EPFOയില് ഒരു 5,000 ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു KSFCയില് 2 ചിട്ടിയുണ്ട്. ഓക്കെ. അപ്പൊ സാറേ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് എനിക്കിപ്പോ ഈ ഒരു കാർ ലോൺ ഉണ്ടായിരുന്നത് ഒരു 10,000 ആയിരുന്നു മാസം EMI വരുന്നത്. അപ്പൊ ഞാനത് അടച്ച് ക്ലോസ് ചെയ്തിരുന്നു. അപ്പൊ ഈ 10,000 ഞാൻ എന്റെ ഹൗസിംഗ് ലോണിലോട്ട് കൂട്ടി അടയ്ക്കണോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ 10,000 കൂടെ കൂട്ടി ആഡ് ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഈ ഇപ്പൊ ഈ കയ്യില് വല്ല എമർജൻസി ഫണ്ട് ഉണ്ടോ? എന്തോ കേട്ടില്ല സാർ. കയ്യിൽ വല്ല കരുതൽ പൈസ ഉണ്ടോ? കരുതൽ പൈസ എന്ന് പറഞ്ഞാല് മദർ ഗവൺമെന്റ് ജോബ് ആയിരുന്നു. അപ്പൊ അതിന്റെ റിട്ടയർമെന്റ് പൈസ എന്റെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. അത് എത്ര ഉണ്ടാവും? അത് FD ആയിട്ട് ഇട്ടേക്കുക. അത് 18 ലക്ഷം രൂപ. ഓക്കെ. അത് നിങ്ങളുടെയാണോ അതോ മദറിന്റെ ആണോ? മദറിന്റെ പേരിൽ തന്നെ ഇട്ടേക്കുന്നത്. കാരണം ഇൻട്രസ്റ്റ് കൂടുതൽ 60 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് മദറിന്റെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, വേറെ ഓക്കെ. സിബ്ലിങ്സ് ഒന്നുമില്ല. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞതില്ലേ ഈ ഒരു കാർ ലോൺ ഉണ്ടെന്നില്ല, അത് എത്ര രൂപയുണ്ട്? ഇത് 12,000 വരും മാസം. അല്ല, ഇനി ഒരു 3 ഇയർ കൂടെ ഉണ്ട്. അത് എത്ര രൂപ അടക്കി തീർക്കാനുണ്ട്? 30. ഇനിയും 3,80,000 രൂപ കൂടെ അത് അടച്ചു കൊടുക്കാനുണ്ട്. ഹൗസ് ലോൺ എത്രയുണ്ട്? ഹൗസിംഗ് ലോണ് ശരിക്കും പറഞ്ഞാൽ ഒരു 5 ഇയർ ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും 18 ലക്ഷം രൂപ കൂടെ ഉണ്ട്. 18 ലക്ഷം കൂടെ ഉണ്ട്. ഇതില് ഇൻട്രസ്റ്റ് അതെ. റേറ്റ് കാർ ലോൺ ഹൗസ് ലോണിന് എത്രയുണ്ട്? ഹൗസിംഗ് ലോൺ ഇപ്പൊ 8.5% ആണ്. ഓക്കെ. മറ്റേതോ കാർ ലോണോ? കാർ ലോണും ഏകദേശം സെയിം ഇൻട്രസ്റ്റ് റേറ്റ് 8.5 ആ ഒരു റേറ്റ് ആണ്. ഇതില് നിങ്ങക്ക് കടം വീട്ടണമെന്നുണ്ടെങ്കിൽ ആ കാർ ലോൺ ഇല്ലേ 12% അതിലേക്ക് കൂട്ടി ചെയ്യണേ നല്ലത്. 12 12,000 EMI. അതിൽ കൂടെ 10 കൂട്ടി ചേരണം നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ മ്യൂച്വൽ ഫണ്ടില് ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നാണ് സാർ പറയുന്നത്. അത് ചെയ്യേണ്ടതല്ല, കാരണം ഡെറ്റ് ഫ്രീ ആവണമെങ്കിൽ അത്രയും നല്ലതല്ലെന്ന് വെച്ചിട്ട് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഈ കാറ് ശരിക്കും പറഞ്ഞാല് ഞാന് സെയിൽസിനാണ് എന്റെ ഫീൽഡ്. അപ്പോ ശരിക്കും നമ്മൾ 6 കിലോമീറ്റർ ഓടുന്നതിന് 10 രൂപ വെച്ച് നമുക്ക് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടും. അപ്പോ ഞാനോർത്ത് അപ്പൊ ആ ക്ലെയിം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു ട്രാവൽ അലവൻസ് ആയിട്ട് ഒരു 38,000 നമുക്ക് എല്ലാ മന്തും കമ്പനിയിൽ നിന്ന് കിട്ടും. ആക്ച്വലി നമുക്കൊരു 15,000 അല്ലെങ്കിൽ 16,000 രൂപയുടെ ഓട്ടോയെ വരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്നുള്ള എക്സ്പെൻസ് വെച്ച് നമ്മൾ EMI അടച്ചു പോകുന്നത്. അല്ല, അപ്പൊ ആഫ്റ്റർ ഓൾ എല്ലാ കാശും നിങ്ങളുടെ കാശ് തന്നെയാണല്ലോ. അതെ. അപ്പോ ഒന്ന് രണ്ട് വിധത്തിലാണ്. ഒന്ന് കടമുള്ളത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് 18 ലക്ഷം രൂപയുടെ FD ഉണ്ട്. പിന്നെ ആ. ഈ ഈ ഉള്ളത് ഈ 18 ലക്ഷവും പ്ലസ് 3.8 ലാഖോട് നിങ്ങളുടെ കടമുള്ളത്. അപ്പൊ അതെ. അപ്പൊ കടം ഉള്ളത് നിങ്ങൾ ഐ എം ഓക്കെ വിത്ത് കടം എന്നുള്ളതാണെങ്കിൽ ഓക്കെ, അങ്ങനെ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തോളൂ. അപ്പോ കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ കടവും കൂടി വീടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഇത് 10,000 വെച്ചിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി ടൈമിനുള്ളിൽ നിങ്ങളുടെ കടം തീരും ഈ കാർ ലോൺ എന്നുള്ളത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 22,000 രൂപ ഫ്രീ ആവും. അതെ. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 22,000 രൂപ ഫ്രീ ആവുന്ന ടൈമിൽ പിന്നെ 10,000 രൂപ ഹോം ലോണിലും 10,000 രൂപ SIP-യിലും വെച്ചിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കടം തീരുകയും ചെയ്യും, ഒരു ഭാഗത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ. അത് പല അപ്രോച്ച് എടുക്കാട്ടോ. പക്ഷെ ഇത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് 18 ലക്ഷം രൂപ നിങ്ങളുടെ തന്നെയാണ് അത് ഉണ്ടെന്ന് പറയണു. പിന്നെ അതെ. എന്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മാസം ഒരു
അറ്റ്ലീസ്റ്റ് കയ്യിലൊരു 1,00,000 2,00,000 ഒരു എമർജൻസി ഫണ്ടായിട്ട് വെക്കണത് നല്ലതായിരിക്കും. ഓക്കെ. പക്ഷേ അത് ഞാൻ നിർബന്ധം പറഞ്ഞില്ല. കാരണം എഫ്ഡി ഓൾറെഡി ഉണ്ട്. ഉണ്ട്. അതെ. അപ്പൊ അതിന്റെ പേരിൽ എപ്പോ വേണേലും ആ എഫ്ഡി തന്നെ ഇനി അടുത്ത പ്രാവശ്യം പുതുക്കുന്ന ടൈമിൽ ഒരു ആ, ഒരു എന്താ പറയാ ഒരു 16 ലക്ഷം ആക്ച്വലി ഈ 20 ലാഖ്സിന് ടോട്ടല് അമ്മയുടെ റിട്ടയർമെന്റിൽ കിട്ടിയത് 18 നമ്മൾ ഇട്ടുള്ളൂ. 2 ലാഖ് ശരിക്കും പറഞ്ഞാല് ഉള്ളിൽ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ എമർജൻസി ഫണ്ട് ഉണ്ട്. അപ്പൊ ശരിക്കും ഈ ആദ്യം പറഞ്ഞ തന്നെ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യം കടം വീട്ട് ചെയ്യാം. കാർ ലോൺ. അതെ. കാർ ലോൺ വീട്ട് എന്നിട്ട് ആ കടവും വീട്ട്. അപ്പൊ ഒരു കടയെ ബാക്കി ഉണ്ടാവുള്ളൂ. എന്നിട്ട് കാരണം ഓൾറെഡി നിങ്ങൾക്ക് പൈസ ഉണ്ട്. അപ്പൊ ഇവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷത്തില് എഫ്ഡിക്ക് എത്ര ശതമാനം കിട്ടുന്നുണ്ട്? എഫ്ഡിക്ക് ഇപ്പോ 8.7 to 9% അടുത്താണ് കിട്ടുന്നത്. എവിടെയാണ് ഇട്ടേക്കണത്? SBI. SBIയില് 8.7 കിട്ടുന്നുണ്ടല്ലേ? സീനിയർ സിറ്റിസന്റെ ഒരു പുതിയ സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്തൊക്കെയാണ് അത് റിന്യൂ ചെയ്തത് 1 ഇയറിനോട്ട് വേണ്ടിയിട്ട്. 1 ഇയറിന് 8.7% ഉണ്ടോ? അതെ. ഓക്കെ. കറക്റ്റ് സാറേ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടി വരും. എന്നാലും 5നും 9നും ഇടയ്ക്കാണ് വരുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും അത് കിട്ടുകയാണെങ്കിൽ നല്ലത്. പക്ഷെ എനിക്ക് SBIയിലാണെങ്കിൽ ഇത്രയും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ അങ്ങനെ വല്ല സ്കീം ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ എന്റെ ഒരു ഒറ്റയടിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 10,000 രൂപ ഫ്ലെക്സി ക്യാപ്പിൽ പോട്ടെ. ബാക്കി ലോണും അടച്ച് തീർക്കിട്ട് ഇതിൽ പല അപ്രോച്ച് എടുക്കട്ടെ. കാരണം ഇപ്പൊ ഇനി ഈ പറഞ്ഞ പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇപ്പൊ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ഡൗൺ ആണ്. മാർക്കറ്റ് തിരിച്ചു വരാൻ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഡെറ്റ് ഫ്രീ ആവാൻ പറ്റുകയാണെങ്കിൽ എന്തിനാ വെറുതെ 8% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? സോ 1000 പിന്നെ ഒരു ഇതാണ് സാറേ, നമുക്കിപ്പോ ഇതില്ലാതെ ഇപ്പൊ നമ്മുടെ ജോബിന്റെ അല്ലാതെ നമുക്കിപ്പോ കുറച്ച് എക്സ്ട്രാ ഇൻകം ജോബിൽ നിന്ന് അല്ലാതെ കിട്ടുന്നു. ഓക്കെ. ആ പൈസയൊക്കെ നിങ്ങൾ അപ്പൊ മറ്റേ ഇപ്പൊ ഉള്ള ആ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അതിൽ തന്നെ കൂട്ടിയിട്ടോ? അത് തന്നെ കൂട്ടിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതല്ല പറയുന്നത്. നിങ്ങൾ ആ കടവും വീട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. സോ മനസ്സിലായി. ഓക്കെ. ഓക്കെ. താങ്ക് യു. ശരി വിഷ്ണു. താങ്ക് യു.